അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഔട്ട്ഡോർ വീഡിയോ ആണ് കേട്ടോ. ഔട്ട്ഡോർ വ്ലോഗാണ്. അപ്പം പുറത്തുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരാം. അപ്പം ഈ പുതിയൊരു വീട് പണിതിട്ട് 3 മാസമായി. നമ്മൾ എന്താ പറയുക, ഹൗസ് വാമിങ് കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു വീടിൻ്റെ വ്ലോഗ് എടുക്കുക, വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിക്കുക എന്നൊക്കെ പറഞ്ഞു. അത് 2 വീഡിയോ ആയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് എൻ്റെ വീട് കേട്ടോ. 20 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീടിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 3 വർഷത്തോളം എടുത്തു ഈ വീടിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട്. 2 മാസമായിട്ടുള്ളൂ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇൻഡോർ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ഇന്നിപ്പം നമുക്ക് ഔട്ട്ഡോർ കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ. കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ നട്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം കാണുന്നത് പിന്നെ റംബുട്ടാനാണ്. പിന്നെ ഈ കാണുന്നത് മാംഗോസ്റ്റാണ്. മാംഗോസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ അത് ഉണ്ട്. മാംഗോസ്റ്റിൻ്റെയൊക്കെ ഒരു ടൈം എന്ന് പറയുന്നത് 5 വർഷമാണ് കായ്ക്കാനുള്ളൊരു സമയം എന്ന് പറയുന്നത്. പിന്നെ
പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ പോർച്ചും ഗേറ്റിൻ്റെ ഏരിയയും കൂടെയാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ പോർച്ച്. പിന്നെ ഇത് വേറൊരു റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം അവിടെ നിങ്ങോട്ട് കയറി വരുന്നു. ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 1-2 ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം വളർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പട്ടിക്കൂടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അടുത്ത ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ചെറിയൊരു മാവും ചെറിയൊരു ഫ്രൂട്ട്സിൻ്റെ ഇതും അപ്പുറത്തെ സൈഡിൽ കൂടെ വെള്ളമൊക്കെ പോകാനുള്ള ഒരു ചെറിയൊരു ചാല് പോലെ പോലെ ഒരു കണ്ടം സൈഡൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളത്തിൻ്റെ ഇതുണ്ട്. അപ്പം അതിനുള്ളൊരു സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പോളി ഹൗസാണ് കേട്ടോ. പോളി ഹൗസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം നമ്മുടെ ഒരു വീട്ടിലോട്ട് വേണ്ട അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നടാൻ പറ്റിയുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇവിടെ കറിവേപ്പ്, ചീര അങ്ങനെ തുടങ്ങിയ കുറേ സാധനങ്ങൾ നട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിലും എന്തൊക്കെയോ കടിച്ച് തിന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ നോക്കാത്തതുകൊണ്ട് നല്ല മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഈ ഒരു ലെയറിലെല്ലാം ചീര, പിന്നെ റോസ്മേരി ആണോ മല്ലിയില പുതിനയിലയോ അല്ല, ഇതിൻ്റെ പേരെന്താ, മല്ലിയിലല്ല, അത് റോസ്മേരി. പിന്നെ ഇത് മല്ലിയില, ഇത് വഴുതനങ്ങ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെയുണ്ട്. പയറും ചീരയും ഒക്കെ ഇതേണ്ട, പയർ ഇതേണ്ട ഇതിൻ്റെ മണ്ടയിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ചീര ഇതെല്ലാം ഇല തിന്നുന്ന എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കണം. അപ്പം ഇതാണ് നമ്മുടെ പോളി ഹൗസ്. അപ്പോൾ ഈ വീടിൻ്റെ ഔട്ട്ഡോർ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്ക് സൈഡും കാണിക്കണമല്ലോ. ബാക്ക് യാർഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ കത്തിക്കാനുള്ള ഒരു മെഷീനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്തിട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതിനകത്ത് കത്തിപ്പോകുന്നുണ്ട്. പ്ലാസ്റ്റിക് നമ്മൾ പുറത്ത് കൊടുക്കുവാണ്, പേപ്പറും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കത്തിക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ തന്നെ അത്യാവശ്യം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഈ പുറകുവശത്ത് തന്നെ നല്ലൊരു നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.